ഹായ്. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു ദിവസമാണിത്. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കൊരു പക്ഷേ മനസ്സിലായെന്ന് വരില്ല. എല്ലാവരും ആഘോഷിക്കുന്നൊരു ദിവസമാണ് ജീവിതത്തിൽ. ഇത് മാത്രമല്ല, കുറച്ച് ദിവസങ്ങളുണ്ട് എനിക്ക്. ഇപ്പോൾ ഈ നോമ്പൊക്കെ ആയിട്ട് നിങ്ങളൊക്കെ ഒരുപാട് ടയേർഡായിരിക്കും. റമദാനിലെ നോമ്പ് സുന്നത്ത് നോമ്പൊക്കെ ആയിരിക്കും നിങ്ങൾക്കുള്ളത്. പക്ഷേ എനിക്കത് മാത്രമല്ല കേട്ടോ. ഈ ദിവസം എനിക്ക് നോമ്പാണ്, പെരുന്നാളിന് എനിക്ക് നോമ്പാണ്, ക്രിസ്മസിന് എനിക്ക് നോമ്പാണ്, ഓണത്തിന് എനിക്ക് നോമ്പാണ്. അങ്ങനെ ആഘോഷ ദിവസങ്ങളിലെല്ലാം ഞാൻ നോമ്പാണ്. ഇന്നും നാളും ഒന്ന് തുടങ്ങിയൊന്നുമല്ല, ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല. ഇത് എൻ്റെ കൊച്ചുനാൾ തൊട്ട് ഞാൻ എൻ്റെ അവകാശപ്പെട്ടിരുന്നെല്ലാം പടിയിറക്കപ്പെട്ടപ്പോൾ, നിനക്കൊന്നിനും അവകാശമില്ല, നീ അങ്ങോട്ട് മാറുന്നില്ലെന്ന് പറഞ്ഞ് പിടിച്ചിറക്കപ്പെട്ടപ്പോൾ, ഒരു തരി സ്വർണം പോലും ഇല്ലാതെ അവിടെ നിന്നെല്ലാം ഞാൻ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ, പരസ്യമായി അപമാനിക്കപ്പെട്ടപ്പോൾ, വെള്ളത്തിലും മഴയിലും എല്ലാം കിടന്നിട്ട് പട്ടിണിയായിട്ട് കിടന്ന് ദുരിതം അനുഭവിച്ചപ്പോൾ ഒക്കെ ഞാൻ തീരുമാനിച്ചു, ഓരോ ആഘോഷങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ പിടിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്തിനാ വന്നേ, ആര് വിളിച്ചിട്ടാ വന്നേന്ന് ചോദിച്ചിട്ടുണ്ട്. ജീവിതത്തിലൊരു ഐഡൻറ്റിറ്റി ആഗ്രഹിച്ചു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചു, കിട്ടിയില്ല. ടി വി റിയാലിറ്റി ഷോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലുമൊക്കെ നമ്മളിന്ന് പിടിച്ച് മുകളിലോട്ട് കൊണ്ടുവരാൻ ഉണ്ടാവും. നമ്മൾ ആഗ്രഹം കണ്ടിട്ട് അവിടെ എനിക്കൊന്നും കിട്ടിയില്ല, വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടായില്ല. ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ടവരാണെന്നൊരു ചിന്താഗതിയായിപ്പോയി. എല്ലാവരുടെ കണ്ണിലൂടെ അങ്ങനെ തന്നെയാണ് നോക്കിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. സോ അങ്ങനെ ഞാൻ പിന്നീട് ഓരോ ആഘോഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി. ഇപ്പം സ്ഥിരം ഇങ്ങനെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോവുക. കരിദിനമൊന്നും ഇന്നത്തെ ദിവസം ഞാൻ പറയാം. ഇനി ഇവിടുന്ന് ഐഡൻറ്റിറ്റി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാറില്ല, എങ്ങനെയൊന്നും ഞാനിപ്പോൾ ആഗ്രഹിക്കാറില്ല. കാരണം ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച് നമ്മളൊരു മരവിപ്പിലെത്തൂലേ, അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവില്ല.